അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനവും തുടർചലനങ്ങളും എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നീണ്ട നൂറ്റാണ്ടുകളോളം മുസ്ലിം ഭരണാധിപത്യം നടത്തിയിരുന്ന ഒരു സൽത്തനത്തൊന്നാണ് ഉസ്മാനിയ ഖിലാഫത്ത്. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു വളർച്ചയെയും അതിൻ്റെ ഹിസ്റ്റോറിക്കലായ ഒരു ഇവല്യൂഷനെയും കുറിച്ചും ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടേണ്ടതും കൂടിയുണ്ട്. പ്രധാനമായി 3 ഘട്ടങ്ങളാണ് ഉസ്മാനിയ ഖിലാഫത്തിനുള്ളത്. അതിലൊന്ന് ബെയ്ലിക്ക് എന്ന് വിളിക്കും. അതായത് നമുക്കൊക്കെ പരിചയമുള്ള ഉസ്മാൻ ബെയ്, എർത്തുറുഗൽ ബെയ്, ബെയ് എന്ന് പറയുന്ന പദപ്രയോഗം, അത് ഒരു തരത്തിലുള്ള ഒരു ഗോത്രവർഗ മേധാവിത്വത്തിനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. അതിന് കുറച്ചും കൂടി ഒരു ആശയമുള്ളത്, ഒരുപാട് വിവിധ ഗോത്രങ്ങളുടെ നേതൃത്വ പദവിയിലുള്ള നിലവിലുള്ള സുൽത്താൻ്റെ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടെ ഭരണം നടത്തുന്ന ഒരു പ്രാദേശിക നേതാവ് എന്നുള്ള അർത്ഥമാണ് ബെയ് എന്ന് പറയുന്ന പദത്തിനുള്ളത്. അപ്പോൾ ബെയ്ലിക്ക് എന്ന് വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഉസ്മാൻ ബെയ് അല്ലെങ്കിൽ ഉസ്മാൻ ഖാൻ ആദ്യം ബെയ്ലിക്ക് എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിലാണ് അത് തുടങ്ങുന്നത്. 1300 ഒരു 1299 1300 ഒരു കണക്ക് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഏകദേശം ഉസ്മാൻ ഖാൻ്റെ മകൻ ഓർഹാൻ ഖാനും അതിനുശേഷമുള്ള 1-2 പേരും ബെയ് എന്ന് പറയുന്ന പദത്തിലൂടെയാണ് അറിയപ്പെട്ടത്. പിന്നീട് ബായസീദിൻ്റെ കാലത്തിലേക്ക് അങ്ങോട്ട് വരുന്നതോടുകൂടി സുൽത്താൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതോടുകൂടി പിന്നീട് സൽത്തനത്തിലേക്ക് ഉസ്മാനിയ ഭരണകൂടം മാറുന്നു. ബെയ്ലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ആധുനിക ഒരു ഭാഷാ രീതിയിൽ ഒരുപാട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു തലവൻ എന്ന നിലത്തിൽ നിന്ന് മാറി കുറച്ചും കൂടി വിശാലമായ ഒരു പ്രദേശത്തിൻ്റെ അധിപൻ എന്ന നിലയിൽ ഒരു സൽത്തനത്ത് സ്ഥാപിക്കപ്പെടുന്നുണ്ട് അവിടെ. അതിനുശേഷമാണ്, അതുകൊണ്ടാണ് പിന്നീട് സുൽത്താൻ എന്നുള്ള പേര് വരുന്നത്. ഉസ്മാൻ ഖാനോ ഓർഹാൻ ഖാനോ ആ ഒരു കാലഘട്ടത്തിൽ സുൽത്താൻ എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയില്ല. പിന്നീടാണ് ഒരു 1400കളുടെ ഒരു പശ്ചാത്തലത്തിലാണ് സുൽത്താൻ എന്നുള്ള പദപ്രയോഗം ഉസ്മാനി ഭരണകൂടത്തിന് വരുന്നത്. അതിനുശേഷം 1517 സലീം ഒന്നാമൻ അദ്ദേഹം ഹിജാസ് കീഴടക്കുന്നതോടുകൂടി, അതായത് അന്നുണ്ടായിരുന്ന മംലൂക്ക് ഡൈനാസ്റ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് മക്കയും മദീനയും ഈജിപ്റ്റും അടക്കമുള്ള പ്രദേശങ്ങൾ 1517 കീഴടക്കുന്നതോട് കൂടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന മക്കയുടെയും മദീനയുടെയും ആധിപത്യം തന്നിലേക്ക് വന്നതോട് കൂടിയിട്ടാണ് അവിടെ ഒരു ഖിലാഫത്ത് എന്ന് പറയുന്നൊരു ആശയം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു കാലഘട്ടം മുതൽ 1517 മുതൽ പിന്നീട് അങ്ങോട്ട് ഉസ്മാനി ഭരണാധികാരികളെ ഖലീഫ എന്ന പദം കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ ചരിത്രം പറയുമ്പോൾ സാധാരണ ഉസ്മാനെ ഖലീഫയായി എണ്ണുന്ന ഒരു പ്രവണതയുണ്ട്. അത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. സലീം ഒന്നാമൻ്റെ ചരിത്രം മുതലാണ്, 1517 മുതലാണ് ഹിജാസിൻ്റെയും അല്ലെങ്കിൽ ഹറമൈൻ്റെ ഒരു ഉടമാവകാശം ഖലീഫ അല്ലെങ്കിൽ സലീം ഒന്നാമന് വന്നതിന് ശേഷം അതിനോട് കൂടിയിട്ടാണ് ഒരു ഖിലാഫത്ത് എന്ന് പറയുന്നൊരു ആശയം ഉസ്മാനികൾക്കിടയിൽ വരുന്നത്. മറ്റൊരു പോയിന്റ് കൂടി പറയാനുള്ളത്, ഉസ്മാനികൾ അറബികളല്ല, തുർക്കുകളാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു വലിയൊരു വിഷയമാണ് അയിമ്മത്ത് മിൻ ഖുറൈഷ് എന്ന് പറയുന്ന ഒരു ഹദീസ്. ഇസ്ലാമിൻ്റെ നേതൃത്വം ഖുറൈഷിൽ നിന്നാവണമെന്ന് പറയുന്ന ഒരു ചർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവിധ ഫിഖ്ഹി വിശകലനങ്ങളും നമുക്ക് ഇസ്ലാമിക പൊളിറ്റിക്കൽ തോട്ടിൽ കാണുവാൻ കഴിയുന്നതാണ്. എന്നാൽ തുർക്കുകൾ അറബികളല്ല, അവർ തുർക്ക് വംശജരാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഖലീഫയാവാൻ കഴിയുക? കാരണം ഖലീഫയാവണമെങ്കിൽ ഖുറൈശിയാവണം എന്നൊക്കെ പറയുന്നുള്ള ചർച്ചകൾ ഉള്ളപ്പോഴാണ് ഇവർ ഖിലാഫത്ത് എന്ന് പറയുന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോഴാണ് ഷെയ്ഖ് ഇബ്ൻ അറബിയുടെ ചിന്തകൾ ഉസ്മാനിയ ഖിലാഫത്തിൽ ശക്തമായി വ്യാപകമാവുകയും ഇബ്ൻ അറബിയാണ് ഇന്നി ജാഹിലും ഫിൽ അർദി ഖലീഫ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഖലീഫയാണെങ്കിൽ അയാൾ നബിയുടെയും ഖലീഫയാകുമെന്ന് പറയുന്ന ഒരു വിശദീകരണം നൽകുകയും അത് സാധാരണ ഖലീഫത്ത് റസൂലില്ല എന്നൊരാശയത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ നരേഷനിൽ നിന്ന് മാറി ഖലീഫത്തുള്ള എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആശയം ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഉസ്മാനികൾ
തുർക്കികളായ അറബ് വംശജരല്ലാത്ത ഉസ്മാനികൾ ഖിലാഫത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയും 16-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അവർക്ക് ഖിലാഫത്ത് എന്ന് പറയുന്ന ആശയം തന്നെ രൂപപ്പെടുന്നത്. പിന്നീട് അത് വളർന്ന് വലുതാവുന്നു. നമുക്കിന്ന് അറിയാവുന്ന തരത്തിലുള്ള ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു വിശദീകരണം, ആ ഒരു ചരിത്രം നമ്മൾ അവരിലേക്ക് ചേർത്ത് വായിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇതിൻ്റെ ഒരു പതനത്തിൻ്റെ കാരണങ്ങളാണ്. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഈ ഒരു രൂപീകരണം അല്ലെങ്കിൽ ഈ ഒരു വളർച്ച പറയുന്ന ഭാഗത്ത് തന്നെ അതിൻ്റെ ഓരോ ഖിലാഫത്തിൻ്റെ തന്നെ ഓരോ മൂവ്മെൻറ്റുകളും പലതരത്തിൽ അതിൻ്റെ തകർച്ചയ്ക്കും കാരണമാവുന്നുണ്ട്. സ്വാഭാവികമായും വലിയൊരു പ്രദേശത്തിൻ്റെ എംപയർ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന അന്നത്തെ യൂറോപ്യൻ സാമ്രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയിരുന്നു ഉസ്മാനിയ ഖിലാഫത്ത്. പലതും പിടിച്ചടക്കി തന്നെയാണ് അവരുടെ ഭൂമി വിശാലമാക്കി, അധീന പ്രദേശങ്ങൾ വിശാലമാക്കിയത്. ഈ പിടിച്ചടക്കലുകൾ പിന്നീട് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ഒരു കാലത്തിലാവുമ്പോഴത്തേക്ക് തന്നെ കൂടെയുണ്ടായിരുന്ന വിവിധ യൂറോപ്യൻ ഡൈനാസ്റ്റികൾ ശക്തമാവുകയും അവരോട് പല യുദ്ധങ്ങൾ ഉണ്ടാവുകയും ആ യുദ്ധങ്ങളുടെ ഭാഗമായി തന്നെ നിരവധി കരാറുകളിൽ ഏർപ്പെടേണ്ടി വരികയും ആ കരാറിൻ്റെ ഭാഗമായി തന്നെ ഇവർ കയ്യിലുണ്ടായിരുന്ന യൂറോപ്യൻ ഭാഗങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഉസ്മാനി ഖിലാഫത്തിന് തുടങ്ങുന്നുണ്ട്. അത് 1571 മുതൽ തുടങ്ങുന്നു. അതുപോലെ തന്നെ 1683 വിയന്ന ഉപരോധം അത് വിഫലമാവുകയും അതിൽ ആ പ്രദേശങ്ങൾ നഷ്ടമാവുന്ന സംഭവം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഓസ്ട്രിയയുമായി 1699 ഒരു കാർലോവിറ്റ്സ് കരാർ എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടാവുകയും അങ്ങനെ കുറേ ഭാഗങ്ങൾ ഓസ്ട്രിയയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഉസ്മാനികളും റഷ്യക്കാരും തമ്മിൽ 1768 മറ്റൊരു യുദ്ധം ഉണ്ടാകുന്നു. അതിനുശേഷം ആ യുദ്ധത്തിന് ശേഷം കുച്ചുക് കൈനർജ കരാർ എന്ന് പറയുന്ന ഒരു കരാറുണ്ട്. 1774 കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 5 വർഷങ്ങൾക്കുള്ളിൽ ഒരു കരാറുണ്ടാവുന്നു. ഈ കരാറിൽ ഉസ്മാനികൾക്കിടയിലുണ്ടായിരുന്ന പല ഭാഗങ്ങളും റഷ്യക്കാർക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ സലീം മൂന്നാമൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് വിവിധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു പരിഷ്കരണ പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള തൻസീമാത്ത് എറ, ഉസ്മാനികൾക്കിടയിലുള്ള ഒരു റീഫോമിസ്റ്റ് ഒരു പശ്ചാത്തലമാണ് തൻസീമാത്ത് എറ എന്ന് വിളിക്കപ്പെടുന്നത്. 1839 മുതൽ 1876 വരെയുള്ള കാലഘട്ടമായിട്ടാണ് തൻസീമാത്ത് എറയെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് വികസനങ്ങൾ, ആഭ്യന്തരമായ വികസനങ്ങൾ, അവർ പരിഷ്കരണങ്ങളൊക്കെയും ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ഖലീഫമാർ നടത്താനുള്ള ശ്രമമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ പലതും യൂറോപ്പിൻ്റെ മേധാവിത്വം ഉസ്മാനികൾക്ക് മേൽ ഉണ്ടാവുകയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സുൽത്താനുണ്ടായിരുന്ന ഒരു അധികാരം അത് പലപ്പോഴും ഈ ഒരു തൻസീമാത്ത് എറയുടെ അതിനുവേണ്ടി നടത്തിയ പരിഷ്കരണ ഫലമായി അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ കഴിയുകയും യൂറോപ്യൻ ശക്തികൾക്ക് ഉസ്മാനിയ ഖലീഫയുടെ അധികാരത്തിൽ കൂടുതൽ ഇടപെടാനുള്ള സാധ്യതകൾ ഈ തൻസീമാത്ത് എറകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നിരവധി യൂറോപ്യൻ ശക്തികളുമായിട്ട് ഈ കരാറുകൾ, വേറെയും ചില കരാറുകൾ ഉണ്ടാക്കുന്നു. ഈ കരാറുകൾ ഉണ്ടാക്കുകയും അതത് ഭാഗങ്ങളിൽ എംബസികൾ തുറക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇതിലൂടെ സംഭവിക്കുന്നത് സ്വതന്ത്രമായി പരമാധികാരത്തോടു കൂടി ഒരു എംപയർ എന്ന നിലയിൽ, സാമ്രാജ്യം എന്ന നിലയിൽ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഖിലാഫത്തിൻ്റെ അധികാരം ദുർബലമായി കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം സലീം മൂന്നാമനെ അവിടെ ഉണ്ടായിരുന്ന അധികാരികളും സൈന്യവും ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും മുസ്തഫ നാലാമനെ പിൻഗാമിയാക്കി പോലും മാറ്റുന്നുണ്ട്. കാരണം സലീം ഒന്നാമൻ്റെ ഈ പല ഇടപെടലുകളും ഖിലാഫത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജനിഷ്യരി എന്ന് വിളിക്കുന്ന സൈന്യം, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, അവിടുത്തെ ഷെയ്ഖുൽ ഇസ്ലാം, അങ്ങനെയുള്ള വിവിധ പവർ സെൻറ്ററുകൾ ഈ സലീം മൂന്നാമനെ അധികാരത്തിൽ നിന്ന് മാറ്റി അതിന് ശേഷമുള്ള അനന്തരാവകാശിയായ മുസ്തഫ നാലാമനെ ഖലീഫയാക്കുന്ന പോലും പശ്ചാത്തലം ഈ 1800കളുടെ കാലത്ത് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സാധാരണ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനമെന്ന് പറയുമ്പോൾ 1920കൾക്ക് ശേഷമുള്ള അല്ലെങ്കിൽ 1900കളിലുള്ള ചരിത്രം മാത്രമാണ് പറയുക. നമ്മളൊരു ഖിലാഫത്ത് ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രവിശാലമായ ഒരു ഭൂമി
എങ്ങനെയാണ് അതിൻ്റെ മേലുള്ള അധികാരവും നഷ്ടപ്പെടുകയും അതിന് വിവിധ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിശദീകരിക്കുന്നത്. ഈ വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾ, അവരുമായിട്ടുള്ള കരാറുകൾ, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് സറണ്ടർ ചെയ്യുക, വഴങ്ങി കൊടുക്കുക എന്നതൊക്കെയും ഒരു ഇൻ്റർനാഷണൽ വിഷയങ്ങളും കൂടിയാണ്. അങ്ങനെയൊക്കെ അവിടുന്ന് തുടങ്ങുന്നു അവരുടെ ഈ പ്രവിശാലമായ ഭൂമി നഷ്ടപ്പെടാനുള്ള തുടക്കം അവിടുന്ന് തന്നെ തുടങ്ങുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് സാമ്പത്തികമായ ഒരു തകർച്ച ഇവരും നേരിടുന്നുണ്ട്. കാരണം ഒരു വലിയൊരു ലോകം ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരു മുൻ ദീർഘദൃഷ്ടിയോടുകൂടി ഒരു ഫാർസേറ്റുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരുന്നില്ല. താൽക്കാലികമായ സജ്ജീകരണങ്ങളിലൂടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു 800-900 കാലത്ത് അവർ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നികുതിയെ വല്ലാണ്ട് അവലംബിക്കുക, അതായത് സ്വന്തമായി ഉൽപ്പന്നം ഉണ്ടാക്കുകയും കാർഷിക, വാണിജ്യ, വ്യാവസായിക മേഖലകളിലൂടെ ഉണ്ടാക്കുന്നതിനേക്കാളും ഉപരി നികുതിയിൽ വല്ലാണ്ട് അവലംബിക്കുന്നത് ഈ പ്രദേശങ്ങൾ നഷ്ടമാവുന്നതോടുകൂടി അവിടുത്തെ നികുതി നഷ്ടമാവുക, ഓരോ പ്രദേശങ്ങളിൽ നിന്ന് ഉസ്മാനിയ ഖിലാഫത്തിൽ നിന്ന് മാറുന്നതോടുകൂടി അവിടുത്തെ മാനുഷിക, അവിടുത്തെ മിനറൽ റിസോഴ്സ്, അവിടുത്തെ മറ്റുള്ള പലതരത്തിലുള്ള റിസോഴ്സുകൾ നഷ്ടമാവുക, അതിൻ്റെ കൂടെ അവിടുന്ന് ലഭിച്ച നികുതികൾ നഷ്ടമാവുക, ഇതൊക്കെയും ഈ സാമ്പത്തികമായ തകർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഉസ്മാനിയ ഖിലാഫത്ത് താരതമ്യേന മുസ്ലിം ഡൈനാസ്റ്റികളിൽ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഡൈനാസ്റ്റിയാണ്. എന്നാൽ പോലും യൂറോപ്യൻ സാമ്രാജ്യങ്ങളെ വെച്ച് സമീകരിച്ച് നോക്കുമ്പോൾ വേണ്ടത്ര തരത്തിലുള്ള ഒരു ആധുനിക സാങ്കേതിക വിദ്യയെ അവർ വേണ്ടത്ര തരത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നതും മറ്റൊരു സാമ്പത്തികമായ തകർച്ചയ്ക്ക് കാരണമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1750-കൾക്ക് ശേഷം യൂറോപ്പിലെ വ്യാവസായിക ഇൻഡസ്ട്രിയൽ റവല്യൂഷനും മറ്റും ഉണ്ടാകുന്നു, സാമ്പത്തികമായ ഉന്നതി പ്രാപിക്കുന്നു. അപ്പോൾ പോലും ഉസ്മാനികൾ അവരുടെ ഒരു അന്താരാഷ്ട്ര വ്യാവസായിക ബന്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു വാണിജ്യ ബന്ധങ്ങളൊക്കെ രൂപപ്പെടുന്നതിൽ അപ്പോഴും പിന്നെ ഒരു വേണ്ടത്ര തരത്തിലുള്ള റിഫോമിസ്റ്റ് കാഴ്ചപ്പാട് അവർ ആ മേഖലകൾ നടത്തിയിരുന്നില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ 1800 ഞാൻ നേരത്തെ പറഞ്ഞുള്ള തൻസീമാത്ത് ഇയറ ഒരുപാട് റിഫോമുകൾ അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. 1839 മുതൽ 76 വരെയുള്ള കാലഘട്ടമാണ് തൻസീമാത്ത് ഇയറ. ആ ഒരു കാലഘട്ടത്തിലും ചില റെവല്യൂഷനൊക്കെയും റിഫോമുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും അധികകാലം അത് നീണ്ടു നിന്നില്ല. കാരണം ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, അതിലെ ടെറിറ്റോറിയൽ അതിർത്തിപരമായ പ്രശ്നങ്ങൾ, വിവിധ ഡൈനാസ്റ്റികളുമായിട്ടുള്ള യുദ്ധങ്ങളും അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന കരാറുകളും ഇതെല്ലാം നീണ്ടു നിൽക്കുന്നതോടുകൂടി വേണ്ടത്ര തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം നിലനിർത്താത്തതിൻ്റെയും കാരണമായി ഇവരുടെ ഒരു തകർച്ച ആ ഒരു തൻസീമാത്ത് ഇറയിൽ വല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ പല വീക്ക്നെസ്സുകളും ഇതിലേക്ക് നയിക്കുവാനും തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുവാനും കാരണമാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡൈനാസ്റ്റി എന്ന നിലയിൽ കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്ന ആഭ്യന്തര വഴക്കുകൾ, വിള്ളലുകൾ, വീഴ്ചകളും അതും ഒരു ശക്തരായ ഭരണാധികാരിയെ ഖിലാഫത്തിന് സമ്മാനിക്കുവാനും ഉസ്മാനി ഫാമിലിക്ക്, കുടുംബത്തിന് സാധിച്ചില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഉസ്മാനി ഖിലാഫത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന എല്ലാ ഖിലാഫത്തുകളും, അത് ഉമയ്യ, അബ്ബാസി, അതുപോലെ തന്നെ ഉസ്മാനി, ഈ ഖിലാഫത്തുകളെല്ലാം വ്യക്തി കേന്ദ്രീകൃതമാണല്ലോ. ഖലീഫ എന്നത് എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ഖിലാഫത്തും ശക്തമാണ്. അന്നത്തെ ഒരു അവസ്ഥ അതാണ്. അപ്പോൾ ശക്തരായ ഖലീഫമാർ വരാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഖിലാഫത്തിന് തകർച്ച നേരിടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആഭ്യന്തര വഴക്കുകൾ ശക്തമാവുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് അടക്കമുള്ള 3 വലിയ വൻകരകൾ പരന്നു കിടക്കുന്ന ഖിലാഫത്താണ്. ഏഷ്യയിലെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഖിലാഫത്തിൻ്റെ ഉള്ളിലാണ്. നോർത്ത് ആഫ്രിക്ക അടക്കമുള്ള, ആഫ്രിക്കയിലെ ഈജിപ്റ്റ് അടക്കമുള്ള ബാക്കിയുള്ള പല സ്റ്റേറ്റുകളും ഉള്ളിലാണ്. പകുതിയോളം യൂറോപ്പ് ഖിലാഫത്തിൻ്റെ ഉള്ളിലാണ്. ഇതിനെയെല്ലാം ഒരു സെൻട്രലൈസ്ഡായ ഒരു അധികാരത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. പലപ്പോഴും സംഭവിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് അധികാര വികേന്ദ്രീകരണമായിരുന്നു. അവിടെയുള്ള ഏതെങ്കിലും ഒരു സുൽത്താനോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണാധികാരികൾക്കോ അധികാരം വകവെച്ച് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് ടാക്സ് വാങ്ങുന്ന, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഖുതുബകളിൽ ഖലീഫയുടെ പേര് പരാമർശിച്ചുകൊണ്ട് ലോയാലിറ്റി പ്രദർശിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
ഈ ഡീസെൻട്രലൈസേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്കാണ് അധികാരമുണ്ടാവുക, പേരിൽ മാത്രമേ ഖലീഫയുമായി ബന്ധമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രവിശാലമായ ലോകത്ത് അധികാരം നിലനിർത്തുന്നതിലും ഇവർക്ക് വലിയ നഷ്ടമായി. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ യൂറോപ്യൻ സാമ്രാജ്യ ശക്തികൾ വരുന്നതും, യൂറോപ്യൻ സാമ്രാജ്യ ശക്തികൾ ഈ അറേബ്യൻ ഭാഗത്തേക്ക് കൈയടക്കുമ്പോൾ അതിനെ തടുക്കുകയോ അതിനെ ചെറുക്കുകയോ ആ ഭാഗത്തെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ആ നാട്ടിനെ യൂറോപ്യൻ ശക്തികളിൽ നിന്ന് രക്ഷിക്കാനോ പോലും ഖിലാഫത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഭാഗങ്ങളിൽ അവിടെ ഉള്ളിൽ തന്നെയുള്ള വിവിധ വിഭാഗീയ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു. അതിൽ പ്രധാനമായി ആല് സൗദ് ഡൈനാസ്റ്റി, ഇന്നത്തെ സൗദി അറേബ്യയുടെ രൂപീകരണം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് 1744 മുതലാണ് അതിൻ്റെ രൂപീകരണം തന്നെ ഉണ്ടാവുന്നത്. അതിനെതിരെ 1800 പശ്ചാത്തലത്തിൽ ഇബ്രാഹിം പാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെയും ചെറുക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീടും അവർ പൊങ്ങി വരികയും സൗദി അറേബ്യയുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ, ഇന്നത്തെ സൗദി അറേബ്യയുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ ഈ കിങ് അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്കാരും ചേർന്നുകൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും അവിടെ ഒരു വിഭാഗീയതയ്ക്ക് കാരണമാകുന്നുണ്ട്. അത് മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സിറിയ, ലിബിയൻ ഭാഗങ്ങളിൽ വിവിധ സനൂസി ഡൈനാസ്റ്റി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മഹദി പ്രസ്ഥാനം രൂപപ്പെടുന്നുണ്ട്. ഇതൊക്കെയും ഇൻഡിപെൻഡൻ്റായ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവുന്നതും, മുസ്ലിങ്ങളുടെ തന്നെ ഇൻഡിപെൻഡൻ്റായ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവുന്നതും ആ ഭാഗങ്ങളിൽ ഖിലാഫത്തിന് അധികാരം നഷ്ടപ്പെടാനും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, അന്താരാഷ്ട്രപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, വ്യാപാര മേഖലകൾ, വ്യാവസായിക മേഖലകൾ എല്ലാത്തിനും വേണ്ടത്ര തരത്തിലുള്ള ഒരു അധികാരം നിലനിർത്തുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നതും, അതിൻ്റെ കൂടെ തന്നെ പകുതിയോളം യൂറോപ്പ് ഖിലാഫത്തിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഭാഗത്തൊക്കെയും യൂറോപ്യൻ ശക്തികളുടെ താല്പര്യത്താലോ അല്ലാതെ തന്നെ ആ ഭാഗത്ത് തന്നെ ആൾക്കാരുടെ ഇൻഡിപെൻഡൻസ്, ഫ്രീഡം എന്ന് പറയുന്ന ഒരു ആവേശം, നാഷണലിസ്റ്റിക് ദേശീയ ടെൻഡൻസികൾ, പ്രവണതകൾ രൂപപ്പെടുകയും ആ ഭാഗങ്ങളിൽ അവർ ഒരു സ്വന്തം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന അവകാശവാദം ഉണ്ടാവുന്നതും ആ തരത്തിലുള്ള ഒരു സെപ്പറേറ്റിസം, വിഘടനവാദവും, അതായത് നോൺ മുസ്ലിം വിഭാഗങ്ങളുടെ വിഘടനവാദം, യൂറോപ്യൻ ഭാഗങ്ങളുടെ വിഘടനവാദം, മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഘടനവാദം, യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളുടെ ഇൻ്റർഫിയറൻസ്, ഇങ്ങനെയൊക്കെ ഈ ആഭ്യന്തരമായി ഉസ്മാനിയ ഖിലാഫത്തിന് ഒരുപാട് അരക്ഷിതാവസ്ഥകൾ നേരിടേണ്ടി വന്നതും അവരുടെ തകർച്ചയിലേക്ക് നയിച്ചു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1876 സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അധികാരത്തിൽ വരുന്നത്. അദ്ദേഹമാണ് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ശക്തനായ സുൽത്താനും ഖലീഫയും. ഞാൻ സുൽത്താനും ഖലീഫയും എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം സുൽത്താൻ എന്നത് അധികാരത്തിൻ്റെ രൂപമാണ്, ഖലീഫ എന്നത് ഇസ്ലാമിക നിയമസാധുതയ്ക്ക് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പരിചയപ്പെടുന്നത്. ഖലീഫ എന്ന പേരിൽ ഒരു നോമിനലായി, ഒരു ലേബലായി ഉപയോഗിക്കുകയും അൽ സുൽത്താൻ എന്ന് ചേർത്തുകൊണ്ട് അധികാരത്തിനെ കുറിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് പ്രത്യേകിച്ച് എല്ലാ ഡൈനാസ്റ്റികളും, പൊതുവെ എല്ലാ ഡൈനാസ്റ്റികളും, പ്രത്യേകിച്ച് ഉസ്മാനിയ ഖിലാഫത്തും കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ ശക്തനായ ഖലീഫയും ശക്തനായ സുൽത്താനും ആയിരുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ആണ്. 1876 മുതൽ 1909 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. ഉസ്മാനിയ ഖിലാഫത്ത് നേരിട്ടുകൊണ്ടിരുന്ന ഒരുപാട് സാമ്പത്തിക കടബാധ്യത, അതിനെ കുറച്ചു കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഉസ്മാനിയ ഖിലാഫത്ത് നേരിട്ടുകൊണ്ടിരുന്ന അധികാര വികേന്ദ്രീകരണം അതിനെ ഒഴിവാക്കി അദ്ദേഹത്തിന് കീഴിലുള്ള പ്രദേശങ്ങളെ മുഴുവനും ഒരു സെൻട്രലൈസ്ഡായ അധികാര കേന്ദ്രീകരണം വീണ്ടും നടത്തുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തന്നെ സ്വന്തം കേരളത്തിലെ മുസ്ലിം നേതാവായിരുന്ന മമ്പ്രം തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അറബ് ഭാഗങ്ങളുടെ ഒരു ഏകീകരണം തൻ്റെ അധികാരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ഉപയോഗിക്കുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക ചിന്ത എന്ന നിലയിൽ 20-ാം നൂറ്റാണ്ടിലൊക്കെയും 19-20-ാം നൂറ്റാണ്ടിൽ കണ്ട ചിന്തയാണ് പാൻ ഇസ്ലാമിക് ചിന്ത എന്ന് പറയുന്നത്. ലോക മുസ്ലിങ്ങളുടെ ഒരു എല്ലാ തരത്തിലുമുള്ള യൂണിറ്റി, ഒരു ഐക്യത്തെക്കുറിച്ച് ചിന്തിച്ച ഒരു ആശയമാണ് പാൻ ഇസ്ലാമിക് ചിന്ത എന്ന് പറയുന്നത്. അത് സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ് ഈ ചിന്ത മുന്നോട്ട് വെച്ചത്. മുഹമ്മദ് അബ്ദും ജമാലുദ്ദീൻ അഫ്ഗാനിയും പിന്നീട് മമ്പുറം തങ്ങളുമൊക്കെയും ഇതിൻ്റെ പ്രധാന ആൾക്കാരാണ്. ഈ
ജമാലുദ്ദീൻ അഫ്ഗാനിനെയും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് തൻ്റെ അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ലോക മുസ്ലിങ്ങളുടെ ഒരു ഐക്യം രൂപീകരിക്കുവാൻ വേണ്ടിയും ജമാലുദ്ദീൻ അഫ്ഗാനിനെ പോലും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ലോകത്തെ തന്നെ 2 ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സൽ സിറ്റിസൺ എന്ന് പൊതുവെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന മമ്പുറം തങ്ങളെയും അതുപോലെ തന്നെ സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിനെയും ഒരുപോലെ ഉപയോഗിക്കുന്ന സുൽത്താനായി സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് മാറുന്നുണ്ട്. അതുപോലെ യൂറോപ്യൻ ശക്തികളുടെ ഇൻ്റർഫിയറൻസിനെ ചെറുക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇദ്ദേഹം ഖലീഫയാവുന്ന പശ്ചാത്തലത്തിലാണ് 1876 തന്നെയാണ് ലോകത്തെ സയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവും സംഭവിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് തിയോഡർ ഹെർസൽ എന്ന് വിളിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ സയോണിസത്തിൻ്റെ ഫൗണ്ടറായ തിയോഡർ ഹെർസൽ ലോകത്തിലുള്ള വിവിധ ജൂയിഷ് പണ്ഡിതരെയും ധനികരെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ജൂയിഷ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം മുന്നോട്ട് വെക്കുന്നത് 1876 പശ്ചാത്തലത്തിലാണ്. 1875 അദ്ദേഹം ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കിതാബ് എഴുതുന്നത്. അതിനൊരു അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത്. ഏകദേശം 300-400-ലധികം പണ്ഡിതന്മാരടക്കം വലിയൊരു സമ്മേളനം തന്നെയാണ് അദ്ദേഹം വിളിച്ചു കൂട്ടുന്നത്. അദ്ദേഹം ആ സമ്മേളനത്തിൽ നടത്തുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനവും ആവശ്യം എന്താണെന്ന് വെച്ചാൽ 50 വർഷത്തിനിടയിൽ തന്നെ നമ്മൾ ഒരു സ്റ്റേറ്റ് സ്ഥാപിക്കണം എന്ന് പറയുന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഈ തിയോഡർ ഹെർസൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ വന്ന് കാണുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്, നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം ഖിലാഫത്തിന് സമ്മാനിച്ച വഖഫ് സ്വത്തായ ഫലസ്തീൻ അത് വിറ്റുകൊടുക്കുവാനുള്ളതല്ല എന്നുള്ള മറുപടിയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് സയോണിസ്റ്റ് നേതാവായ തിയോഡർ ഹെർസൽ നൽകുന്നത്. എന്തുകൊണ്ടാണ് തിയോഡർ ഹെർസലിൻ്റെയും സയോണിസത്തെയും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സയോണിസം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തകർച്ചയിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ തിയോഡർ ഹെർസലിനുള്ള മറുപടിയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന സമയത്ത് ഈ സയോണിസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ആ കത്ത് കൈമാറുന്നത്. അത്രത്തോളം സയോണിസ്റ്റുകൾക്ക് ഉസ്മാനി ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ പോലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സാഹചര്യം പിന്നീട് രൂപപ്പെട്ടു വന്നു. 1909 രൂപപ്പെട്ടു വന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. അത്രത്തോളം സയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ 1900-കളിൽ 1800-ൻ്റെ അവസാനത്തിലും 900-കളിലും ചെറുതും വലുതുമായ ഗ്രൂപ്പുകളിലൂടെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദ വിശ്വാസികളെ ഫലസ്തീനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സയോണിസ്റ്റ് പ്രസ്ഥാനം നടത്തുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച ആളും കൂടിയിട്ടായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് രണ്ടാമൻ. ഇതിൻ്റെയൊക്കെ കൂടി ഒരു ആഫ്റ്റർ എഫക്റ്റാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് നീക്കുന്ന ചരിത്രം തന്നെ. അപ്പം ആ ഒരു തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന് നേരിടേണ്ടി വന്നു. 1909 അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതോട് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, യഥാർത്ഥ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം അക്ഷരാർത്ഥത്തിൽ തുടങ്ങുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ സ്ഥാനത്തിൽ നിന്നുള്ള നീക്കത്തിലോട് കൂടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ നീക്കത്തോടു കൂടി ശക്തനായ അധികാരമുള്ള സുൽത്താൻ ഇല്ലാതാവുന്നു, അധികാരമുള്ള ഖലീഫ ഇല്ലാതാവുന്നു, ഒരു അധികാര കേന്ദ്രീകരണം നഷ്ടപ്പെടുന്നു. വിവിധ യൂറോപ്യൻ ശക്തികൾക്ക്, പ്രത്യേകിച്ച് സയോണിസ്റ്റുകൾക്ക്, ബ്രിട്ടീഷുകാർക്ക്, റഷ്യക്കാർക്ക്, ജർമ്മൻകാർക്ക്, ഓസ്ട്രിയക്കാർക്ക് അങ്ങനെ അടക്കമുള്ള വിവിധ യൂറോപ്യൻ ശക്തികൾക്ക് മുസ്ലിം നാടുകളിൽ ഖിലാഫത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ശക്തമായി ഇടപെടാനുള്ള സാഹചര്യം രൂപപ്പെടുന്നതും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ സ്ഥാനഭ്രഷ്ടത്തോടുകൂടിയാണ്. 1918 മറ്റുള്ളാണ് അദ്ദേഹം മരണമടയുന്നത്. ഈ 1909 ശേഷമുള്ള അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി മറ്റൊരു ഭാഗത്തേക്ക് താമസിപ്പിക്കാൻ ഏൽപ്പിക്കുകയും പിന്നീട് 9 മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഖിലാഫത്തിന് വരുന്ന ഓരോ തകർച്ചയും നേരിട്ട് കണ്ടുകൊണ്ട് അതിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം മരണമടയുന്നത് തന്നെ. അപ്പോൾ അത്രത്തോളം ഒരു ചരിത്രം സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു അദ്ദേഹത്തിൻ്റെ ചരിത്രവും തകർച്ചയിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലവും കൂടി കാരണമാവുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതിനുശേഷം ഒരുപാട് പ്രാദേശിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. യുവതുർക്കികൾ ഖിലാഫത്തിൻ്റെ നേതൃരംഗത്തേക്ക് വരുന്നു. പക്ഷേ അവർക്ക് നേരത്തെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ പോലെ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഖലീഫമാരെ പോലെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഖിലാഫത്തിനെ സംരക്ഷിച്ചു നിർത്താനുള്ള ശക്തികൾ ഉണ്ടായിരുന്നില്ല.
1911 മുതൽ 12 വരെയുള്ള ഇറ്റലിയുമായിട്ടുള്ള യുദ്ധം, 1912 മുതൽ 13 വരെയുള്ള ബാൽക്കൻ യുദ്ധം, ഒന്നാം ലോക യുദ്ധം, 1914 മുതൽ 18 വരെയുള്ള ഒന്നാം ലോക യുദ്ധം, ഈ യുദ്ധങ്ങളെല്ലാം ഇതിലൂടെ സംഭവിച്ചത് എന്താണ്? അവസാനം ആ ബാക്കി ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ കീറിമുറിച്ച് വീതിച്ച് കൊടുക്കേണ്ട സാഹചര്യം ഇതിലൂടെ സംഭവിക്കുന്നുണ്ട്. 1917 മക്കയും 16 മക്കയും 1917 ജെറൂസലേമും ബാഗ്ദാദും 1918 ദമസ്കസും 1919 മദീനയും അടക്കമുള്ള പ്രദേശങ്ങളും ഖിലാഫത്തിൻ്റെ കയ്യിൽ നിന്നും നഷ്ടമാകുന്നു. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഖിലാഫത്ത് എന്ന് പറയുന്നത് തുർക്കിയുടെ ചുറ്റുപാടുമുള്ള ചില ഭാഗത്തേക്ക് മാത്രം ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. പ്രവിശാലമായ ലോകത്തിൽ നിന്ന് ഈ യുദ്ധങ്ങളിലൂടെ തുർക്കിയുടെ ചുറ്റുപാടുമുള്ള പ്രദേശത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നു. അതിൻ്റെ കൂടെയാണ് 1917 ബാൽഫർ ഡിക്ലറേഷൻ ഉണ്ടാവുന്നത്. ആർതർ ജെയിംസ് ബാൽഫർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, അമേരിക്കയുടെ രാഷ്ട്രീയ നേതാവ്, ലോർഡ്സ് റോഡ്ഷിൽഡ് എന്ന് പറയുന്ന യഹൂദ ധനികനായിരുന്ന ഒരു യഹൂദ നേതാവിന് അയക്കുന്ന കത്താണ് ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത്. അത് 1917 നവംബർ 2 ആ ഡിക്ലറേഷനിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് എ നാഷണൽ ഹോം ഫോർ ദ ജൂയിഷ് പീപ്പിൾ ഇൻ ഫലസ്തീൻ എന്ന് പറയുന്ന ആവശ്യമാണ്. ഒരു ദേശീയ വീട്, ഗൃഹം, ഒരു ദേശീയ നാട്, ഒരു ദേശം യഹൂദ ജനങ്ങൾക്ക്, ഫലസ്തീൻ യഹൂദ ഒരു നാട് എന്ന് പറയുന്ന ഒരു ആവശ്യം ബാൽഫർ ഡിക്ലറേഷൻ നടത്തുകയും അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ബാക്കിയുള്ള ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ബാൽഫർ ഡിക്ലറേഷൻ ഫലസ്തീനും കൂടി നഷ്ടപ്പെടുന്നതോടുകൂടി 1917 നഷ്ടപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ നവംബർ 2 ബാൽഫർ ഡിക്ലറേഷനും ഉണ്ടാകുന്നത്. അതോടുകൂടി ഫലസ്തീൻ എന്ന് പറയുന്ന ലോകവും ഖിലാഫത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം ബാക്കിയുള്ള എല്ലാ തുർക്കി എന്ന് പറയുന്ന അതിന് ചെറിയ ചുറ്റുപാടുമുള്ള പ്രദേശത്തേക്ക് മാത്രം ഖിലാഫത്ത് നടക്കുകയും ആ ലോകയുദ്ധത്തിൻ്റെ ഭാഗമായി അധികാരം എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നതോടുകൂടി തുർക്കി മാത്രം ബാക്കിയാവുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ യുവതുർക്കികളുടെ അല്ലെങ്കിൽ കമാൽ പാഷയുടെ ഒരു രംഗപ്രവേശം വരുന്നത്. ഈ കമാൽ പാഷയുടെ രംഗപ്രവേശം ഉണ്ടാകുന്നത് യുവതുർക്കികൾ എന്ന് പറയുന്ന വിഭാഗത്തോട് കൂടിയിട്ടാണ്. ദ കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന് വിളിക്കപ്പെടുന്ന CUP എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. അവരെയാണ് യുവതുർക്കികൾ എന്നറിയപ്പെടുന്നത്. യൂറോപ്യൻ എഡ്യൂക്കേറ്റഡ് ആയ അവർ ഉസ്മാനിയ ഖിലാഫത്തിൽ നിന്ന് അതിനോട് അത്ര താല്പര്യം പ്രകടിപ്പിക്കാത്ത, എന്നാൽ തുർക്കി ദേശീയതയെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിച്ച, ആലോചിച്ച, പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് യുവതുർക്കികൾ എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ യുവതുർക്കികളും ഇസ്ലാമിക വിരുദ്ധരായിരുന്നില്ല. ആദ്യകാല യുവതുർക്കികളായ പലരും ഇസ്ലാമിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ കൂടി ആയിരുന്നെങ്കിൽ പോലും പിന്നീട് വന്നവർ ഒരു യൂറോപ്യൻ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ചിന്തകൾ മുന്നോട്ട് വെച്ചവരാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ കമാൽ പാഷ 1919-20കളിലാണ് കമാൽ പാഷ ഈ ഖിലാഫത്തിൻ്റെ സൈനിക മേധാവിത്വത്തിലേക്ക് ഉയർന്നു വരുന്നത്. ആ സമയത്ത് ഖിലാഫത്തിൻ്റെ മിലിറ്ററി ജനറൽ എന്ന രീതിയിലാണ് കമാൽ പാഷ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കമാൽ പാഷ ഗാസി അല്ലെങ്കിൽ ഗാസി കമാൽ പാഷ എന്ന് പറയുന്ന ഇസ്ലാമിക ടെർമിനോളജി തന്നെ അദ്ദേഹത്തിന് ഖലീഫ നൽകിയിരുന്നു. അന്നത്തെ പേരിൽ മാത്രമുണ്ടായിരുന്ന ഖലീഫ ആണെങ്കിൽ പോലും അദ്ദേഹം ആ പേര് നൽകി. ഗാസി എന്ന് പറയുന്നത് നമുക്കറിയാം, ഗസ്വത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധങ്ങൾക്കാണ്. പക്ഷേ ഉസ്മാനിയ ഖിലാഫത്തിൽ ജിഹാദിന് അവരുപയോഗിച്ചിരുന്ന പദം ഗസ്വത്തെന്നും അങ്ങനെ ജിഹാദ് ചെയ്തവരെ ഗാസി എന്നുമാണ് വിളിക്കുന്നത്. ആ പദം തന്നെയാണ് മുസ്തഫ കമാൽ പാഷയ്ക്ക് ഖിലാഫത്തിൻ്റെ നേതൃത്വം നൽകിയിരുന്നത്. ഈ കമാൽ പാഷ ആ 20കളിൽ അവിടെ ഗ്രീക്ക് ബ്രിട്ടീഷ് സൈനിക അറ്റാക്കുകൾ, ഒരു കോളനി വൽക്കരിക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും അതിനെ ചെറുക്കുകയും നിന്നോടുകൂടിയിട്ടാണ് കമാൽ പാഷയ്ക്ക് വീരപരിവേഷം നൽകുന്നത്. ആ കമാൽ പാഷയ്ക്ക് സമ്മാനം നൽകുന്ന ഒരു തീരുമാനം പോലും 1920 കേരളത്തിലെ ഹിദായത്ത് സഭ ഹാളിൽ വെച്ച് അന്നത്തെ മലബാർ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിനൊരു വാൾ സമ്മാനമായി നൽകുന്ന, അതിന് അയച്ചു കൊടുക്കുന്ന ഒരു സംഭവം പോലും കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കമാൽ പാഷ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക വിരുദ്ധൻ തന്നെ ആയിരുന്നില്ല. കമാൽ പാഷ പിന്നീടാണ് ഈ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് മുഴുവൻ അധികാരം വരികയും 1922 പശ്ചാത്തലത്തിലാണ് ഒരു യുവതുർക്കികൾ രൂപിച്ച ഗ്രാൻഡ് നാഷണൽ അസംബ്ലി എന്ന് പറയുന്ന GNA എന്നറിയപ്പെടുന്ന ആ അസംബ്ലിയിൽ വെച്ചിട്ടുകൊണ്ടാണ് 1922 നവംബർ 1 സുൽത്താനേറ്റ് എന്ന് പറയുന്ന യഥാർത്ഥ രാഷ്ട്രീയ അധികാരമുള്ള പദവിയെ എടുത്തു കളയുന്നത്. പിന്നീട് ഖലീഫ എന്ന് പറയുന്ന പദവി മാത്രമാക്കി, അതൊരു നോമിനലായ വെറും നാമമാത്രമായ പദവി മാത്രമായിരുന്നു, അത് മാത്രമാക്കി മാറ്റിയത്. പിന്നീട് അതിനെ
1923 അത് ലീഗലൈസ് ചെയ്തു. അത് 1923 ജൂലൈ 24 ആ തീരുമാനം ലീഗലൈസ് ചെയ്തു. അതുപോലെ തന്നെ മാർച്ചിൽ 3-ാം തീയതി 1924 ഖിലാഫത്ത് എന്ന് പറയുന്ന നോമിനലായിരുന്ന അധികാരവും കൂടി അവർ എടുത്തു കളയുകയും അങ്ങനെ മോഡേൺ തുർക്കി റിപ്പബ്ലിക്ക് അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഖിലാഫത്തിൻ്റെ തകർച്ച തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ അത് വിവിധ ഡൈനാസ്റ്റികളുടെ ചുറ്റുപാടുള്ള എംപയറുകളുടെ ഇടപെടലുകൾ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിള്ളലുകൾ, നോൺ മുസ്ലിം സമം, അർമീനിയ അടക്കമുള്ള വിവിധ ജനവിഭാഗങ്ങളുടെ സെപ്പറേറ്റിസം, അതിൻ്റെ കൂടെ തന്നെ അധികാര ദുർവിനിയോഗം, ഖലീഫന്മാരുടെ ശക്തിയില്ലായ്മ, ഡീസെൻട്രലൈസേഷൻ, അതുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികവും രാഷ്ട്രീയവും മിലിറ്ററിപരമായിട്ടുള്ള പരാജയങ്ങൾ, ഇങ്ങനെ നിരവധി കാരണം ഖിലാഫത്തിൻ്റെ പതനത്തിലേക്ക് എത്തുകയും അങ്ങനെ കമാൽ പാഷയിലേക്ക് അധികാരം വരികയും ആദ്യകാലത്ത് ഖിലാഫത്തിനെ തന്നെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാവുകയും പിന്നീട് 1924 അത് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതോടുകൂടി കമാൽ പാഷയുടെ രണ്ടാമത്തെ മുഖം അദ്ദേഹം വ്യക്തമാക്കുകയും അതോടുകൂടി തന്നെ പിന്നീട് ഒരു മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇന്നുമുള്ള തുർക്കിയുടെ ഇമേജ് മാറ്റി യൂറോപ്പ് വൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി, അതായത് വെസ്റ്റേണൈസേഷൻ്റെ ഫലമായി, പാശ്ചാത്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി യൂറോപ്പിൻ്റെ നിയമ നടപടികളും ഡ്രസ് കോഡുകളും കടമെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സകലവിധ മുസ്ലിം ചിഹ്നങ്ങളും ബാങ്ക് വിളി തുർക്കി ഭാഷയിലേക്ക് മാറ്റി. ഉസ്മാനി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അറബ് പേർഷ്യൻ സ്റ്റൈൽ വലത്തുനിന്നിടത്തുണ്ട്, അത് മാറ്റി ഇംഗ്ലീഷ് സ്റ്റൈലിലേക്ക് മാറ്റി. അതുപോലെ തന്നെ തുർക്കി തൊപ്പി, മുസ്ലിം ഒരു തുർക്കി കാണിക്കുന്ന നീണ്ട തരത്തിലുള്ള തൊപ്പി മാറ്റുകയും യൂറോപ്യൻ ഹാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പർദ്ദ നിരോധിച്ചു. മുസ്ലിം മത സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് സൂഫി ത്വരീക്കത്തുകളുടെ അവരുടെ മുസ്ലിം മൊബിലിറ്റിയെ നിയന്ത്രിക്കുന്നതാണ് സൂഫി ത്വരീക്കത്തുകൾ, അതിനെ ബാൻ ചെയ്തു. മദർസകൾ ബാൻ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ സംരംഭത്തെ മുഴുവനും ദിയാനത്ത് എന്ന് പറയുന്ന റിലീജിയസ് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഹെഡായി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കമാൽ പാഷ തന്നെ ആയി മാറുകയും ചെയ്തു. അതായത് കമാൽ പാഷ ഉദ്ദേശിക്കുന്ന തുർക്കിഷ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം, തുർക്കി ദേശീയതയെ അംഗീകരിക്കുന്ന, സെക്കുലറിസത്തെ അംഗീകരിക്കുന്ന, ഒരു പബ്ലിക് സ്ഫിയറിൽ ഇടപെടലില്ലാത്ത ഒരു തരത്തിലുള്ള തുർക്കിഷ് ഒരു കോലം, ഒരു ആശയമായിരുന്നു ഈ ദിയാനത്ത് എന്ന് പറയുന്ന റിലീജിയസ് ഡയറക്ടറേറ്റിലൂടെ കമാൽ പാഷ നടപ്പിലാക്കിയത്. അപ്പോൾ ഒരു തരത്തിൽ അവിടുത്തെ ഒരു സകലവിധ ഇസ്ലാമിക സിംബലുകളെയും ഇല്ലാതാക്കുവാൻ മുസ്തഫ കമാൽ പാഷ അത്താതുർക്കിന് കഴിഞ്ഞു എന്നതും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ഒരു തുടർചലനം എന്തായിരുന്നു എന്നുള്ളതാണ്. ഖിലാഫത്ത് മൂവ്മെൻറ്റ് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലടക്കം പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യൻ ഭാഗത്ത് വളരെ വിശാലമായി ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കിയ, സംഘർഷങ്ങളുണ്ടാക്കിയ, വിപ്ലവങ്ങളുണ്ടാക്കിയ ചരിത്രമാണ്. അത് വാര്യൻ കുന്നത്തിൻ്റെയും മാലി മുസ്ലിയാറിൻ്റെയും ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. അത് ഗാന്ധിയുടെയും അബുൽ കലാം ആസാദിൻ്റെയും അലി ബ്രദേഴ്സിൻ്റെയും സപ്പോർട്ടോടും കൂടി നാഷണൽ ലെവലിൽ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി ഒരു ബ്രിട്ടീഷ് വിരുദ്ധത കത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ തന്നെ പ്രധാന ശത്രുവായി മാറിയ ഖിലാഫത്തിൻ്റെ ചരിത്ര സാഹചര്യത്തിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ ഗാന്ധി ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ്. ബ്രിട്ടീഷ് വിരുദ്ധത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഗാന്ധി പോലും ഏറ്റെടുക്കുന്നത്. ആ ഒരു തരത്തിൽ 1919 ഖിലാഫത്ത് കമ്മിറ്റി ബോംബെയിൽ രൂപീകരിക്കപ്പെടുന്നത്. 19 മുതൽ ഏകദേശം 24 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടം ഖിലാഫത്ത് മൂവ്മെൻറ്റിനുണ്ട്. അതൊരു ലോക ലെവലിൽ നടന്ന ഒരു വലിയൊരു ആന്തോളനമാണ്. അതുപോലെ തന്നെ തുർക്കിയിൽ തന്നെ മറ്റൊരു വിപ്ലവം ഉണ്ടാവുന്നത് ബദിയുസ്സമാൻ സായിദ് നൂർസിയുടെ ഇടപെടലിലൂടെയാണ്. അദ്ദേഹം ഇടക്കാലത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ പോലും അഡ്വൈസറായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രം മാറുന്നു. കമാൽ പാഷ ഗ്രീക്ക് ബ്രിട്ടീഷ് വിഭാഗത്തിൽ നിന്ന് അവരുടെ അധിനിവേശം സംഭവിക്കാതെ തുർക്കിയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അതൊരു വിപ്ലവ നേതാവായി കമാൽ പാഷ മാറുകയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് ബദിയുസ്സമാൻ സായിദ് നൂർസി ചെയ്യുന്നുണ്ട്. അതായത് ഒരു ശരിയായ ട്രാക്കിലായിരുന്നു എന്നായിരുന്നു അദ്ദേഹം ധരിച്ചത്. പിന്നീട് കമാൽ പാഷയുടെ ഓരോ
ആക്റ്റുകളും, അതായത് അദ്ദേഹം നടപ്പിലാക്കിയ നിയമ നടപടികളും ഇസ്ലാമിൽ നിന്ന് മുസ്ലിങ്ങളെ, അവിടുത്തെ തുർക്കി ജനതയെ മാറ്റുന്നതും അവരുടെ മുസ്ലിം സിംബലുകൾ ഇല്ലാതാക്കുന്ന ശ്രമവും അറിഞ്ഞുകൊണ്ട് കമാൽ പാഷയ്ക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും അദ്ദേഹത്തെ ജയിലിടുന്നതുമൊക്കെയുള്ള ചരിത്രമുണ്ട്. അപ്പോൾ നക്ഷബന്ദി ത്വരീഖത്തിന് ഷെയ്ഖായ ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയാണ് കമാൽ പാഷയെ പ്രധാനമായും നേരിട്ട ഒരു നേതാവ്. വേറെയും മറ്റൊരു ഷെയ്ഖ് സയ്യിദ് എന്ന് പറയുന്ന മറ്റൊരു കുർദിഷ് വിഭാഗത്തിലൊരു നേതാവുണ്ടെങ്കിൽ പോലും കമാലിസ്റ്റ് ഭരണകൂടം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും വധിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ആധുനിക തുർക്കിയുടെ ഇസ്ലാമിക നവജാഗരണത്തിന് കാരണമാവുന്ന തരത്തിൽ ഒരു വൈജ്ഞാനിക ബൗദ്ധിക വിപ്ലവം നടത്തുന്നത് അല്ലെങ്കിൽ അതിന് തുടക്കമിടുന്നത് ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയാണ്. പിന്നീട് വന്ന ഒട്ടുമിക്ക സൂഫി പണ്ഡിതന്മാരും, അവിടുത്തെ പണ്ഡിതന്മാർക്കെല്ലാം നക്ഷബന്ദി ത്വരീഖത്തുമായോ അല്ലെങ്കിൽ ഖാലിദിയ പ്രത്യേകിച്ച് നക്ഷബന്ദി ത്വരീഖത്തുമായി തന്നെ വിവിധ ബന്ധങ്ങളുള്ളവരാണ്. ആ പണ്ഡിതന്മാരെല്ലാം ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ ചിന്തയെ പിൻപറ്റുന്നവരും കൂടിയായിരുന്നു എന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു തുടർചലനമാണ്. കമാലിസം ഉണ്ടാക്കിയ ആ ഒരു പശ്ചാത്തലത്തിൽ അതുണ്ടാക്കിയ ഭൗതിക പ്രശ്നങ്ങൾ, വൈജ്ഞാനിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളെയെല്ലാം ഒരാശയപരമായി നേരിട്ട പണ്ഡിതനാണ് ബദിയുസ്സമാൻ സയ്യിദ് നൂർസി. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. അതുതന്നെയാണ്, ആ ചിന്തയിലൂടെയാണ് ഇന്ന് നിലനിൽക്കുന്ന, ഇപ്പോൾ തുർക്കിയിൽ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള മുസ്ലിം വളർച്ചയും ഒരു വൈജ്ഞാനിക ബൗദ്ധിക വളർച്ചയെപ്പോലും ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ കമാലിസ്റ്റ് ചിന്തകൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ അനന്തരഫലങ്ങളും കൂടിയിട്ടാണ് എന്ന് നമ്മൾ കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ പറയാവുന്നതുപോലെ ഒരു തുടർചലനം എന്ന് പറയുന്ന ഫലസ്തീൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടീഷ് അടക്കമുള്ള പ്രധാന സാമ്രാജ്യ ശക്തികൾ ഫലസ്തീൻ, നോർത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളൊക്കെ കീറി മുറിച്ച് സ്വന്തം കയ്യിലാക്കി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ തുർക്കി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റായി മാറുക, അവർ തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ആ തുർക്കി യൂറോപ്യനൈസ്ഡ് ആയി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ചെയ്യുക, ആ തുർക്കിയിലെ ഇസ്ലാമിക ചലനങ്ങളെ, ചിഹ്നങ്ങളെ എല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുക, യൂറോപ്യൻ കമ്മിറ്റിയുടെ മെമ്പറാവാനുള്ള ശ്രമം നടത്തുക. കമാൽ പാഷ ഈ വെസ്റ്റേണൈസേഷൻ പ്രൊജക്റ്റ് മുഴുവൻ നടത്തിയത്, ഇസ്ലാമുമായിട്ടുള്ള മുഴുവൻ ബന്ധവും തുർക്കിയിൽ നിന്ന് എടുത്തു നീക്കാനുള്ള ശ്രമം നടത്തിയത്, സെക്യുലറിസ്റ്റ് എന്ന തലത്തിൽ സ്റ്റേറ്റിനെ ഐഡിയോളജിയാക്കി മാറ്റിയത്, ഇതെല്ലാം യൂറോപ്യൻ ഒരു മെമ്പറായി മാറുക എന്നുള്ള ആശയത്തോടു കൂടിയിട്ടാണ്. 1922 മുതൽ തുടങ്ങുന്ന ആ ഒരു ചരിത്രം 2023 ആകുമ്പോഴും ഇപ്പോഴും തുർക്കിക്ക് യൂറോപ്യൻ യൂണിയൻ്റെ മെമ്പറാവാൻ കഴിഞ്ഞില്ല എന്നതാണ്. അപ്പോൾ എന്തൊക്കെ തൻ്റെ സ്വന്തം സമൂഹത്തിന് വേണ്ടി എതിരെ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഏത് സ്വപ്നത്തിന് വേണ്ടിയിട്ടാണോ, അത് ഒരു നൂറ്റാണ്ടായിട്ട് പോലും ഇതുവരെ തുർക്കിക്ക് ലഭിച്ചില്ല എന്നത് ആ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു പരാജയമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ അതിനുശേഷമുള്ള തുർക്കിയുടെ ഈ പതനത്തിന് ശേഷമുള്ള തുടർ ചലനങ്ങൾ. ഈ ഒരു തരത്തിൽ ആധുനിക തുർക്കി ഇപ്പോൾ ഉള്ളത്, അത് അവിടുത്തെ ഒരു ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടം AK പാർട്ടി പോലും രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു നക്ഷബന്ദി ത്വരീഖത്ത് ഷെയ്ഖിൻ്റെ ഒരു നേതൃത്വത്തിൻ്റെ ഫലമായിട്ടാണ്. അദ്ദേഹമാണ് അർബക്കാൻ അടക്കമുള്ള മുസ്ലിം നേതാക്കന്മാരെ വിളിച്ചു കൂട്ടുകയും ഒരു കമാലിസ്റ്റ് ചിന്താധാരയ്ക്കും മിലിറ്ററി മേധാവിത്വത്തിനുമെതിരെ ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനം രൂപപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ 70കളുടെ പശ്ചാത്തലത്തിൽ അവിടെ മില്ലി ഗൗരിഷ് എന്ന് വിളിക്കപ്പെടുന്ന നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംവിധാനം, രാഷ്ട്രീയ ഒരു റെപ്രസെൻറ്റേഷൻ രൂപപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഇന്ന് നമ്മൾ തുർക്കിയിൽ കാണുന്ന ഒരു മുസ്ലിം പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ തുടക്കം കാണുന്നത്. ഈ ഷെയ്ഖ് സാഹിദ് കോത്കുവിൻ്റെ ചിന്തകളാണ്, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ചിന്തകളാണ് അർബക്കാനെ പോലുള്ള എർദുഗാനെ പോലുള്ള പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്ക് മുസ്ലിങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനും പടിഞ്ഞാറൻ നോട്ടം, അതായത് വെസ്റ്റ് ലുക്ക് പോളിസിയിൽ നിന്നതിനേക്കാളും അപ്പുറം ഈസ്റ്റ് ലുക്ക് പോളിസിയാണ്, കിഴക്കിലേക്ക് നോക്കി മുസ്ലിം നെയ്ബേഴ്സിനെ പരിഗണിച്ചുകൊണ്ടുള്ള മാറ്റമാണ് തങ്ങൾക്ക് വേണ്ടതെന്നുള്ള ചിന്ത പോലും അവർക്ക് ലഭിക്കുന്നത്
ഈ ഷെയ്ഖ് സാഹിദ് കോത്കുവിൻ്റെ ചിന്തകളിലൂടെയാണ്. ആ തരത്തിൽ ഒരു കമാലിസ്റ്റ് രാഷ്ട്രീയധാര രൂപപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ബദൽ സംവിധാനം രൂപപ്പെടുത്തുവാൻ അവിടുത്തെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുർക്കി നിലനിൽക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും അതിൻ്റെ തുടർചലനങ്ങളും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.